ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കറണ്ട് അഫെയറിൻ്റെ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു 45 ദിവസം കൊണ്ട് നമ്മൾ കറണ്ട് അഫെയർ കംപ്ലീറ്റ് തീർക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് സൈലം ഇറക്കിയ കറണ്ട് അഫെയറിൻ്റെ പുസ്തകമാണ്. ഇതിൽ 2022 മുതൽ 2024 വരെയുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും 5 പേജ് വെച്ച് പഠിക്കുക കേട്ടോ. നമുക്ക് തുടങ്ങാം. 2023 33ാമത് സരസ്വതി സമ്മാന പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? നമുക്കറിയാം, ഉത്തരം പ്രഭാവർമ്മയാണ്. അതിൻ്റെ പുരസ്കാര തുക വരുന്നത് 15 ലക്ഷം രൂപയാണ്. രൗദ്ര സ്വാതികം എന്ന കാവ്യാഖ്യായികയ്ക്കാണ് പുരസ്കാരം. സരസ്വതി സമ്മാന പുരസ്കാരം നേടുന്ന 4ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. ഓക്കെ, 2023 33ാമത് സരസ്വതി സമ്മാന പുരസ്കാരം നേടുന്നത് പ്രഭാവർമ്മയാണ്. പുരസ്കാര തുക വരുന്നത് 15 ലക്ഷം രൂപയാണ്. കൃതി ഏതാണെന്ന് വെച്ചാൽ രൗദ്ര സാത്വികം എന്നതാണ്. 2023 33ാമത് വ്യാസ സമ്മാന പുരസ്കാരം ലഭിച്ചത് പുഷ്പ ഭാരതി. കൃതി യാദേൻ ഔർ യാദീൻ. 2024 മാർച്ചിൽ പൊട്ടിത്തെറിച്ച റേക്യാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലാൻഡ്. 2024 മാർച്ചിൽ പൊട്ടിത്തെറിച്ച റേക്യാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലാൻഡ്. പൊതുഗതാഗതത്തിനായി പർവ്വതമാല പരിയോജനയ്ക്ക് കീഴിൽ രാജ്യത്തെ ആദ്യ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്നത് വാരണാസി. 2024 മാർച്ച് 15 അന്തരിച്ച നാവികസേന മുൻ മേധാവിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ വ്യക്തി അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ്. അടുത്തത് സെലാ തുരങ്കം. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമാണ് സെലാ തുരങ്കം. അരുണാചൽ പ്രദേശിലെ ചൈനീസ് അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചിലവായത് 825 കോടി രൂപ. സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ IQ എയറിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നേരിടുന്ന രാജ്യം ബംഗ്ലാദേശ്. പാകിസ്ഥാന് 2ാം സ്ഥാനം, ഇന്ത്യക്ക് 3ാം സ്ഥാനമാണ് വരുന്നത്. IQ എയറിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നേരിടുന്ന നഗരം ചോദിക്കുകയാണെങ്കിൽ ബേഗുസരായ്. അപ്പം 2023 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നേരിട്ടത് ബംഗ്ലാദേശാണ്. പാകിസ്ഥാൻ വരുന്നത് 2ാം സ്ഥാനത്താണ്, ഇന്ത്യ വരുന്നത് 3ാം സ്ഥാനത്താണ്. എന്നാൽ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ വരുന്നത് ബേഗുസരായ് ബീഹാറിലാണ് വരുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നേരിടുന്ന തലസ്ഥാന നഗരമാണ് ഡൽഹി. ലോകത്ത് ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നേരിടുന്ന തലസ്ഥാന നഗരമാണ് ഡൽഹി. 2023-24 വർഷത്തെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് സ്പെയിനാണ്. 2023-24 വർഷത്തെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് സ്പെയിന്. മലയാളി ഗവേഷകർ കർണാടകയിലെ ബെലഗാവിയിൽ നിന്ന് കണ്ടെത്തിയ ജൈവകീട നിയന്ത്രണത്തിന് സഹായിക്കുന്ന പുതിയ ഇനം പരാത കടന്നലാണ് ടീനിയോ ഗൊണാലസ് ദീപക്കി. എന്താണ് ടീനിയോ ഗൊണാലസ് ദീപക്കി? ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. ഇപ്പം ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരം ഏതാണ് പ്രഖ്യാപിച്ച? ദക്ഷിണേന്ത്യയിലെ നഗരമാണ് കൊച്ചി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കാനഡയുടെ മുൻ പ്രധാനമന്ത്രിയാണ് ബ്രയാൻ മൾറോണി. ആരാണ്? 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കാനഡയുടെ മുൻ പ്രധാനമന്ത്രിയാണ് ബ്രയാൻ മൾറോണി. അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ 1ാമതെത്തിയത് ദക്ഷിണ സുഡാനാണ്. അതിദരിദ്ര രാജ്യങ്ങളിൽ 1ാമത് ദക്ഷിണ സുഡാന്. ഏറ്റവും സമ്പന്നമായ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ലക്സംബർഗ്. ഏറ്റവും സമ്പന്നമായ രാജ്യം ഏതാണ്? ലക്സംബർഗാണ്. 2024 മാർച്ചിൽ നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ A++ ഗ്രേഡ് ലഭിച്ച കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല. ഏതാണ്? MG സർവകലാശാല.
നൗസേന ഭവൻ 2024 മാർച്ച് 15 ഡൽഹി കണ്ടോൺമെൻറ്റിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരമാണ് നൗസേന ഭവൻ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. 2024 മാർച്ചിൽ പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മക്കുറിപ്പാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. എന്താണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി? 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മലയാളി. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മലയാളിയാണ് ഡോക്ടർ എസ് ഫെയ്സി. ആരാണ്? ഡോക്ടർ എസ് ഫെയ്സി. പാലസ്തീനിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് മുഹമ്മദ് മുസ്തഫ. പാലസ്തീൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മുഹമ്മദ് മുസ്തഫ. പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്ത. 2024 മാർച്ചിൽ പുറത്തു വന്ന ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് 120. അപ്പോൾ ഇന്ത്യ എത്രാമത്തെ സ്ഥാനമാണ്? ഇന്ത്യക്ക് 126 സ്ഥാനമാണ്. ഒന്നാം സ്ഥാനം എപ്പോഴും ആർക്കാണ്? ഒന്നാം സ്ഥാനം അധികം ഫിൻലാൻഡാണ്. ഓക്കെ. 2024 മാർച്ചിൽ അഷിത സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫാണ്. എത്രയാണ് പുരസ്കാര തുക? 25,000 രൂപയാണ് പുരസ്കാര തുക. കഥയാണ്. നോവൽ സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. എന്താണ്? 2023 അഷിത സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. 2023 അഷിത സ്മാരക പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. നെക്സ്റ്റ്, 2024 മാർച്ചിൽ പ്രസാദ് ഭാരതിയുടെ ചെയർമാനായി നിയമിതനായത് നവനീത് കുമാർ സെഹാൾ. 2024 മാർച്ചിൽ പ്രസാദ് ഭാരതിയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? നവനീത് കുമാർ സെഹാളാണ്. ഇനി ഇതിൽ നമുക്കൊരു ബോക്സിൽ ഗഗൻയാൻ യാത്രികർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഗഗൻയാൻ യാത്രികർ? നോക്കാം. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ ആരൊക്കെയാണെന്ന് നോക്കാം. 1. പ്രശാന്ത് ബാലകൃഷ്ണ നായർ. ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണ നായർ. അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാൻഷു ശുക്ല. അപ്പോൾ എന്തൊക്കെയായിരുന്നു പേര്? 4 ആളുകളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഗഗൻയാൻ ദൗത്യത്തിലേക്ക്. 4 ആളുകളുടെ പേര് വേണ്ടി വരും. ഒന്നും കിട്ടിയില്ലേ? പ്രശാന്ത്, അജിത്ത്, അങ്കദ്, ശുഭാൻ എന്നെങ്കിലും ആലോചിച്ച് കിട്ടണം. അടുത്തത്, ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി വെബ്സൈറ്റിൽ ജനറേറ്റീവ് AI സംവിധാനം അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. എന്തൊക്കെയാണ് ഫെഡറൽ ബാങ്ക് എന്താ ചെയ്തത്? ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി വെബ്സൈറ്റിൽ എന്ത് ചെയ്തു? ജനറേറ്റീവ് AI സംവിധാനം അവതരിപ്പിച്ചു. അപ്പം ജനറേറ്റീവ് AI സംവിധാനം അവതരിപ്പിച്ച ബാങ്ക് ചോദിക്കുകയാണെങ്കിൽ അത് ഫെഡറൽ ബാങ്കാണ്. 7ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത്. 7ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? VG തമ്പിയാണ്. അതാണ് നമ്മുടെ തമ്പിയാണ് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പുറത്തിറക്കിയ 2022 ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 108. ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 108. ഒന്നാമതുള്ള രാജ്യം ഏതാണ്? ഒന്നാമത് ഡെൻമാർക്കാണ് വരുന്നത്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൽ, അതായത് UNEPയുടെ ജനറേഷൻ റീസ്റ്റോറേഷൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരം ഏതാണ്? കൊച്ചി. അപ്പം UNEPയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരം കൊച്ചിയാണ്. ഇനി നമുക്ക് പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതിയ ഇനം ചിലന്തികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഡോ പാടില്ല കന്യാകുമാരി. എന്തോ പാടില്ല എന്നാണ് കേട്ടോ. ഇൻഡോ പാടില്ല കന്യാകുമാരി. അടുത്തത് ടെട്രാഗ്നാഥ ജാക്കുലേറ്റർ. എന്താണ്? ടെട്രാഗ്നാഥ ജാക്കുലേറ്റർ. ടെട്രാഗ്നാഥ ലൗട്ട, ടെട്രാഗ്നാഥ സെറ. അപ്പം ഇതാണ് പുതിയ തരം ചിലന്തികളാണ്. ഓക്കെ.
നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടുത്തിയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് സി വിജിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങളും പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പ് വന്നിട്ടുണ്ട്, സി വിജിൽ. വനകുറ്റ കൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് ഹാരിയാർ. എന്താണ് ഹാരിയാർ? ചരിത്രത്തിലാദ്യമായി സൗദി അറേബ്യയുടെ പ്രതിനിധിയായി മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്ന വനിതയാണ് റൂമി അൽ ഖഹ്താനി. ആരാണ്? റൂമി അൽ ഖഹ്താനി. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് കേട്ടോ. നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ദീർഘവും അതിതീവ്രവുമായ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് 2024 ഏപ്രിൽ 8 കാനഡ, വടക്കേ അമേരിക്ക, മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. ഓക്കെ. കേന്ദ്ര സർക്കാരിൻ്റെ ഗംഗാ മോഡൽ ജലാഭിവൃദ്ധി പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നദി പെരിയാർ. ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കേന്ദ്ര സർക്കാരിൻ്റെ ഗംഗാ മോഡൽ ജലാഭിവൃദ്ധി പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നദി ഏതാണ്? പെരിയാർ നദിയാണ്. മഹാനദി ഗോദാവരി, കൃഷ്ണ, നർമ്മദ, കാവേരി എന്നിവ മറ്റ് നദികളാണ്. സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്കുള്ള 2024 ടെക്നോളജി സഭ അവാർഡിനർഹമായത് കൈറ്റാണ്. അപ്പോൾ 2024 ടെക്നോളജി സഭ അവാർഡിനർഹമായത് ഏതാണ്? കൈറ്റാണ്. കൈറ്റ്. രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയ സംസ്ഥാനമാണ് തമിഴ്നാട്. രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയ സംസ്ഥാനം തമിഴ്നാട്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിൽ ഗുജറാത്തിലെ ജാംനഗറിൽ 3000 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന മൃഗപരിപാലന കേന്ദ്രമാണ് വനധാര. എന്താണ്? വനധാര. നെക്സ്റ്റ്, സിക്കിമിൻ്റെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലമാണ് റാങ്പോ. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് വരുന്നത്? റാങ്പോ. ലോകത്തിലെ ആദ്യ വേദഘടികാരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത നഗരമാണ് ഉജ്ജയിൻ, മധ്യപ്രദേശ്. ലോകത്തിലെ ആദ്യ വേദഘടികാരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത നഗരമാണ് ഉജ്ജയിൻ, മധ്യപ്രദേശ്. പാകിസ്ഥാൻ്റെ 24ാമത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഷഹബാസ് ഷെരീഫാണ്. പാകിസ്ഥാൻ്റെ 24ാമത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഷഹബാസ് ഷെരീഫാണ്. ഫോണിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും തടയുന്നതിനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ സംവിധാനമാണ് ചക്ഷു. എന്താണ്? ചക്ഷു. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ചിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ കണ്ടെയ്നർ ഫീഡർ കപ്പൽ നിർമ്മിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ കണ്ടെയ്നർ ഫീഡർ കപ്പൽ നിർമ്മിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായത് സാറ ജോസഫ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫ്. നോവൽ ഏതാണെന്ന് വെച്ചാൽ എസ്തർ എന്നാണ് നോവലിൻ്റെ പേര് കേട്ടോ. സാംസ്കാരിക വകുപ്പിന് കീഴിലെ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ 2023 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് MK സാനു. 2023 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് MK സാനു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് പുരസ്കാരം. സംസ്ഥാനത്തെ ആദ്യ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത് ചട്ടമൂന്നാറിലാണ്. എവിടെയാണ്? ചട്ടമൂന്നാർ മറയൂരിലാണ്. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് ബീഹാറിലെ പാറ്റ്നയിലാണ്. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് ബീഹാറിലെ പാറ്റ്നയിലാണ്. ഇനി രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ്. ഗർഭചിത്രം നടത്താനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനാപരമായ അവകാശമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഫ്രാൻസ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ കെൽപ്പുള്ള
ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി മിസൈൽ. ഏതാണ്? അഗ്നി മിസൈൽ. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങൾ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഓവർലോഡ്. ഇത് പിന്നെ എളുപ്പമുണ്ട് അല്ലേ? ഓപ്പറേഷൻ ഓവർലോഡ് എന്ന് പറയുമ്പോൾ കിട്ടിയിരിക്കും. 2024 മാർച്ച് 7 നാറ്റോയിലെ 32ാമത് അംഗമായ രാജ്യം ഏതാണ്? സ്വീഡനാണ്. 32ാമത് അംഗമായ രാജ്യം സ്വീഡനാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള രാജ്യത്തെ ആദ്യ OTT പ്ലാറ്റ്ഫോമായ സി സ്പേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് 2024 മാർച്ച് 7 ഏതാണ്? സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള രാജ്യത്തെ ആദ്യ OTT പ്ലാറ്റ്ഫോമായ സി സ്പേസ്. എന്താണ്? സി സ്പേസ്. അത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് മാർച്ച് 7, 2024 സംസ്ഥാനത്തെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ആലപ്പുഴയിലെ ചേർത്തലയിലാണ്. സംസ്ഥാനത്തെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ആലപ്പുഴ, ചേർത്തല. ഇനി ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? കോഴിക്കോട്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. 2024 മാർച്ച് 8 രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരിയാണ് സുധാമൂർത്തി. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുധാമൂർത്തി. നാവികസേനയ്ക്ക് വേണ്ടി DRDO വികസിപ്പിച്ച സ്വയം നിയന്ത്രിത ചെറുനിരീക്ഷണ അന്തർവാഹിനിയാണ് ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ. ഇനി കാർട്ടോസാറ്റ് 2 2024 ഫെബ്രുവരിയിൽ ISRO ഭൂമിയിൽ തിരികെ എത്തിച്ച വിദൂര സംവേദന ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. 2007 ജനുവരി 10 വിക്ഷേപിച്ച കാർട്ടോസാറ്റ് 2 2019 എന്തായിരുന്നു? പ്രവർത്തന രഹിതമായിരുന്നു. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് നിർമ്മിക്കുന്നത്. ലോവർ ദിബാങ് വാലി ജില്ലയിലാണ് ദിബാങ് വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി വരുന്നത്. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കളാണ് സർവീസസ്. റണ്ണറപ്പ് വരുന്നത് ഗോവയാണ്. ലോകത്തിലെ ആദ്യ 3D പ്രിൻറ്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യയിലാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയ ഇന്ത്യൻ സഖ്യമാണ് സ്വാതിക് സായ്രാജും ചിരാഗ് ഷെട്ടി സഖ്യവും. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയ ഇന്ത്യൻ സഖ്യമാരാജ സ്വാതിക് സായ്രാജും ചിരാഗ് ഷെട്ടി സഖ്യമാണ്. ലഞ്ച് ബെല്ലും വാട്ടർ ബെല്ലും എന്ന് പറഞ്ഞ 2 പദ്ധതിയാണ്. എന്താണ്? ലഞ്ച് ബെല്ലും വാട്ടർ ബെല്ലും. ലഞ്ച് ബെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ലഞ്ച് ബെല്ല് ഉച്ചക്കല്ല, ചോറിനല്ലേ അല്ലേ? ആവശ്യക്കാർക്ക് ചോറ്റുപാത്രത്തിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷ്യ വിതരണ രീതിയാണ് ലഞ്ച് ബെല്ല്. എന്നാൽ വാട്ടർ ബില്ല് എന്താണ്? കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിൽ നടപ്പാക്കുന്ന സംവിധാനമാണ് വാട്ടർ ബെൽ. 2024 മാർച്ചിൽ രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസമാണ് ഭാരത് ശക്തി. 2024 മാർച്ചിൽ നടന്ന കര വ്യോമ നാവികസേന സംയുക്ത അഭ്യാസമാണ് ഭാരത് ശക്തി. PJ ആൻ്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ PJ ആൻ്റണി പുരസ്കാരത്തിന് അർഹനായത് കരിവള്ളൂർ മുരളി. ആരാണ്? കരിവള്ളൂർ മുരളിയാണ്. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് കൊട്ടാരക്കര. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് കൊട്ടാരക്കരയിലാണ്. എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനായി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ബീമാ സുഗം. ഏതാണ്? ബീമാ സുഗം. നെക്സ്റ്റ്, INS ജഡായു. ഇന്ത്യയ്ക്കും മാലദ്വീപിനുമിടയിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വരുന്ന പുതിയ നാവിക താവളമാണ് ഏത്? INS ജഡായു. ഏതിൻ്റെ ഇടയിലാണ് വരുന്നത്? ഇന്ത്യയ്ക്കും മാലദ്വീപിനുമിടയിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിലാണ് ഏത് വരുന്നത്? INS ജഡായു വരുന്നത്. 2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? USA ആണ്. ഏതാണ്? USA.
മത്സ്യഫെഡിൻ്റെ സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് പറവൂരാണ്. മത്സ്യഫെഡിൻ്റെ സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് പറവൂറാണ്. പറവൂർ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് ആലപ്പുഴയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കുന്നത്? 90 രൂപയുടെ നാണയമാണ് ഇനി പുറത്തിറക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ ആരംഭിച്ചത് ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ ആരംഭിച്ചത് എവിടെയാണ്? ന്യൂഡൽഹി. മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്, ചങ്ങാതി. ഇനി എന്താണ് ഒഡീസിയസ് IM-1 എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അതായത് വിജയകരമായി ചന്ദ്രനിലിറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ് IM-1. US-ലെ ഹൂസ്റ്റൺ ആസ്ഥാനമായുള്ള ഇൻഡ്യൂട്ടീവ് മെഷീൻസാണ് ഒഡീസിയസ് മൂൺ ലാൻഡ് നിർമ്മിച്ചത്. സ്വകാര്യ മേഖലയിൽ നിന്നുള്ള 4ാമത്തെ മൂൺ ലാൻഡർ ദൗത്യമാണിതാണ്. സ്വകാര്യ മേഖലയിൽ നിന്നുള്ള 4ാമത്തെ മൂൺ ലാൻഡർ ദൗത്യമാണിത്. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ 2024 ഫെബ്രുവരി 15-നാണ് ഒഡീസിയസ് വിക്ഷേപിച്ചത്. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ 2024 ഫെബ്രുവരി 15-നാണ് ഏത് വിക്ഷേപിച്ചത്? ഒഡീസിയസ് വിക്ഷേപിച്ചത്. ഇത് 2024 ഫെബ്രുവരി 21 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയ പേടകം. ഇത് 2024 ഫെബ്രുവരി 22-ാം തീയതി എന്ത് ചെയ്തു? ചന്ദ്രനിൽ ലാൻഡ് ചെയ്തു. 21-ന് ഭ്രമണപഥത്തിലെത്തി, 22-ന് എന്ത് ചെയ്തു? ചന്ദ്രനിൽ ലാൻഡ് ചെയ്തു. നാസയുടെ അപ്പോളോ 17 ആണ് ഇതിനു മുമ്പ് ചന്ദ്രനിലെത്തിയ US ദൗത്യം. അപ്പോൾ അതിനു മുന്നേ ചന്ദ്രനിലെത്തിയ ദൗത്യം വെച്ചാൽ അത് അപ്പോളോ 17 ആണ്. 2024 മാർച്ചിൽ രാജിവെച്ച ഇന്ത്യൻ വംശജനായ അയർലൻഡ് പ്രധാനമന്ത്രിയാണ് ലിയോ വരദ്കർ. 2024 മാർച്ചിൽ ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റിൻ്റെ പുതൂർ പുരസ്കാരത്തിന് അർഹനായത് വൈശാഖൻ. ആരാണ്? വൈശാഖൻ. സാഹിത്യ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്ക് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് അർഹനായത് M. മുകുന്ദനാണ്. ആരാണ്? M. മുകുന്ദൻ. 2024 മാർച്ചിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഹെയ്ത്തി. 2024 മാർച്ചിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഹെയ്ത്തി. ഹെയ്തിയുടെ തലസ്ഥാനമാണ് പോർട്ടോ ഓ പ്രിൻസ്. ഏതാണ്? പോർട്ടോ ഓ പ്രിൻസ്. രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആൻറ്റിയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് കേരളം. ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതാണ് ആൻറ്റിബയോഗ്രാം. സംസ്ഥാനത്ത് ആൻറ്റിബയോട്ടിക്കുകളുടെ വിതരണം ചെയ്യുന്ന കവറുകളുടെ ഏകീകൃത നിറമാക്കുന്നത് നീല കളറാണ്. ഏത് കളറിലാണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾക്ക്? നീല കളറിൽ. ഓക്കെ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം വരുന്നത് തളിപ്പറമ്പ് കണ്ണൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം വരുന്നത് തളിപ്പറമ്പ് കണ്ണൂരിലാണ്. കടമ്മനിട്ട സ്മാരക പുരസ്കാരം 2024 അർഹനായതാരാണ്? PN ഗോപികൃഷ്ണനാണ്. കടമ്മനിട്ട സ്മാരക പുരസ്കാരം 2024 അർഹനായത് PN ഗോപികൃഷ്ണൻ. ഇനി ആദിവാസി വിഭാഗത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയായ ആദ്യ വനിതയാണ് V. ശ്രീപതി. ആദിവാസി വിഭാഗത്തിൽ നിന്ന് ജഡ്ജിയായതാരാണ്? V. ശ്രീപതിയാണ്. ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ ചാപ്ലെയിൻ ക്യാപ്റ്റനായി നിയമിതനായ മലയാളിയാണ് സ്മൃതി M. കൃഷ്ണ. ആരാണ്? സ്മൃതി M. കൃഷ്ണ. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയെന്ന ബഹുമതിക്കർഹയായ ലക്ഷ്മി M. മേനോൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27-ന് ആഘോഷിക്കുന്നത് വെച്ചാൽ 125-ാമത്. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയെന്ന ബഹുമതിക്ക് അർഹയായ ലക്ഷ്മി N. മേനോൻ അദ്ദേഹത്തിൻ്റെ
125ാമത് ജന്മവാർഷികമാണ് നമ്മൾ 2024 മാർച്ച് 27 ആഘോഷിച്ചത്. ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിച്ച ആദ്യ ഇന്ത്യൻ താരമാണ് പന്തോയ് ചാനു. ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിച്ച ആദ്യ ഇന്ത്യൻ താരം പന്തോയ് ചാനു. സൗത്ത് ഓസ്ട്രേലിയയിലെ മെട്രോ യുണൈറ്റഡ് ക്ലബിന് വേണ്ടിയാണ് ഈ മണിപ്പൂർ സ്വദേശിനി കളിക്കുന്നത്. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി. ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗാൽപോ നേടിയ ആദ്യ വിദേശ നേതാവാണ് നരേന്ദ്രമോദി. എന്താ നേടിയത്? ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗാൽപോ നേടിയ വിദേശ നേതാവ്. ആരുടെ പരമോന്നത പുരസ്കാരമാണ്? ഭൂട്ടാൻ്റെ. ഓക്കെ. ഇനി എന്താണ് റെയിൽവേ മൈത്രി? റെയിൽവേ മൈത്രി എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ റെയിൽവേ പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ മൈത്രി. ഓക്കെ, റെയിൽ മൈത്രി അതാണ്. എം.ടി. വാസുദേവൻ നായരുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി എം.ടി. ഏകാകികതയുടെ വിസ്മയം എന്ന പുസ്തകം രചിച്ചത് സുധീര. ആരാണ്? സുധീരയാണ് ഏകാകികതയുടെ വിസ്മയം എന്ന പുസ്തകം രചിച്ചത്. എന്താണ് സീതാലയം? സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? സീതാലയം. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ഏതാണ്? അത് ബ്രസീലാണ്. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. 2024 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് അസർബൈജാൻ. ഏതാണ്? UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാവുന്ന നഗരം അസർബൈജാനാണ്. ലോകത്ത് ആദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് MTB വാക്ക്. ഏതാണ്? MTB വാക്ക്. മാനുഷിക സ്രോതസ്സിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ. എന്താണ് ക്ഷയരോഗ വാക്സിൻ? അടുത്തത് എന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി? ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് പറഞ്ഞാൽ സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് എത്തിക്കാനുള്ള ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരിൽ അറിയപ്പെടുന്നത് വെച്ചാൽ പ്രൊഫസർ ജയന്ത് മൂർത്തി. ആരാണ്? പ്രൊഫസർ ജയന്ത് മൂർത്തി. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചിഹ്നഗ്രഹം 3.3 വർഷം കൊണ്ടാണ് സൂര്യനെ ഒരു തവണ വലം വയ്ക്കുന്നത്. 3.3 വർഷം കൊണ്ട് എന്താണ് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹം സൂര്യനെ വലം വയ്ക്കാൻ എത്ര സമയമാണ് എടുക്കുന്നത്? ഈ ചിഹ്നഗ്രഹം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇനിയത്തെ ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? സൗദി അറേബ്യയിലാണ്. ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബോൾ തീം പാർക്ക് വരുന്നത് സൗദി അറേബ്യയിലാണ്. നമ്മൾ സൗദി അറേബ്യയിൽ ഒരു കാര്യം കൂടി പറഞ്ഞില്ലായിരുന്നോ? ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സൗദി അറേബ്യയുടെ പ്രതിനിധിയായ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്ന വനിതയായിരുന്നു റൂമി അൽ ഗഹ്താനി. ആരാണ്? റൂമി അൽ ഗഹ്താനി. ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ശരണ്യബാലം. ബാലചൂഷണം തടയാൻ വേണ്ടിയിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ശരണബാല്യം. ശ്വാസകോശാർബുദത്തിനെതിരെ ലാംഗോസ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ. ഓക്സ്ഫോർഡ് സർവകലാശാല, ഫ്രാൻസിസ് ക്രിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ എന്നിവിടങ്ങളിൽ ഗവേഷകരാണ് വാക്സിൻ നിർമ്മാണത്തിന് സഹായിക്കുന്നത്. പുഷ്പക് എന്താണ്? പുഷ്പക് ബഹിരാകാശത്തേക്ക് പോയതിന് ശേഷം തിരികെ റൺവേയിൽ ലാൻഡ് ചെയ്യാനാകുന്ന ISROയുടെ പുനരുപയോഗ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. ലോകത്താദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യരിൽ വിജയകരമായി മാറ്റിവെച്ച രാജ്യം US. എന്താണ്? ജനിതക മാറ്റം വരുത്തിയിട്ട് പന്നിയുടെ വൃക്ക എന്തു ചെയ്തു? മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ചു. ഭയങ്കര തന്നെ അല്ലേ? അത് ഏത് രാജ്യക്കാരെന്ന് വെച്ചാൽ USA.
സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് തുറവൂർ ആലപ്പുഴ. സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് തുറവൂർ ആലപ്പുഴ. 2020 ക്രിക്കറ്റിൽ 12,000 റൺസ് തികച്ച ആദ്യ താരമാണ് വിരാട് കോഹ്ലി. 2024 മാർച്ചിൽ കപ്പലടിച്ച് തകർന്ന ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം ഏത് രാജ്യത്താണ്? അമേരിക്കയിലാണ്. 2024 മാർച്ചിൽ കപ്പലിടിച്ച് തകർന്ന ഫ്രാൻസിൻ്റെ സ്കോട്ട് കീ പാലം ഏത് രാജ്യത്താണ്? അമേരിക്ക. ബഹിരാകാശത്തേക്ക് പോയതിനു ശേഷം തിരികെ റൺവേയിൽ ലാൻഡ് ചെയ്യാനാകുന്ന ISROയുടെ പുനരുപയോഗ വിക്ഷേപണ വാഹനമാണ് ഏത്? പുഷ്പക്. അപ്പോൾ നമ്മൾ സൈലത്തിൻ്റെ 2024 ഒറ്റ നോട്ടം തന്ന ഭാഗം കഴിഞ്ഞിരിക്കണേ. കറണ്ട് അഫെയർ അതിനോട് കുറച്ചൊരു ബോറടിയാണ്. എന്നാലും ഒന്ന് കേട്ടിട്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളൊന്ന് പഠിക്കാൻ നോക്കാം. എന്തായാലും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ എടുത്തായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ, സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.